എന്താണ് ബിജെപിയുടെ നേതാക്കൾ വന്ന് ഇവിടെ തമ്പടിച്ച് പറഞ്ഞത്? പാർലമെന്റിൽ ഒരു ബില്ല് വരികയാണ്. ആ ബില്ല് ബിജെപി ഗവൺമെന്റ് കൊണ്ടുവരികയാണ്. ആ ബില്ല് പാസ്സാവും. പാസ്സായാൽ ഇന്ത്യൻ പ്രസിഡന്റ് അതിന്റെ അകത്ത് ഒപ്പുവെച്ചാൽ അത് നിയമമായി ആക്ടായി. അതിന്റെ ഒരു കോപ്പി വാങ്ങിച്ച് നിങ്ങൾ എറണാകുളം ജില്ലാ കളക്ടറെ കൊണ്ടുപോയി കണ്ടാൽ അപ്പൊ തന്നെ കരമടയ്ക്കാൻ എഴുതി തരും. ആ ബില്ലിന്റെ കോപ്പി, ആ ആക്ടിന്റെ കോപ്പി കളക്ടർക്ക് കൊടുത്താൽ കളക്ടർ അപ്പൊ തന്നെ ഈ പാവപ്പെട്ടവർക്ക് കരമടയ്ക്കാനത് എഴുതി തരും എന്ന് പ്രസംഗിച്ചവരല്ലേ മുൻപത്തെ സമരസമിതിക്കാരുടെ മുമ്പിൽ വന്ന്. അതിനുള്ള മറുപടി കേന്ദ്രമന്ത്രി കിരൺ റിജിജു തന്നെ വന്ന് എറണാകുളത്ത് പറഞ്ഞു. ഈ ബില്ലുകൊണ്ട്, ഈ ആക്ട് കൊണ്ട് മുൻപത്തുള്ളവർക്ക് യാതൊരു കാര്യമില്ല, നിങ്ങൾ കോടതി വഴി കയറി പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ ഇവരെ കബളിപ്പിച്ചത് ആരാണ്? ബിജെപിക്കാർ. മനസ്സിലായിക്കോളെ, പാവപ്പെട്ടവര് അവരെ കേട്ടോളണം. സേഠിന്റെ കുടുംബം വഖഫല്ല എന്ന് പറഞ്ഞു. ഇത് വാങ്ങിച്ച ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് വഖഫല്ല എന്ന് പറഞ്ഞു. ട്രൈബ്യൂണൽ ആ നിലപാടിലേക്ക് പോകുന്നു. കേരളത്തിലെ പ്രതിപക്ഷം സ്ട്രോങ് ആയി പറഞ്ഞു ഇത് വഖഫല്ല. അപ്പൊ ഗവൺമെന്റിന്റെ നിലപാട് അത് വഖഫാണ്. കേരളത്തിലെ പിണറായി സർക്കാർ അത് വഖഫാണ് എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം കയ്യേറ്റക്കാരായി. ഇതാണ് വഞ്ചന എന്ന് പറയുന്നത്. ഇതിനേക്കാൾ നല്ല പണി ഒന്നും കൊടുക്കാനില്ല ഈ പാവപ്പെട്ടവർക്ക്. പിന്നിൽ നിന്നാണ് കുത്തിയത്.